പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇന്നത്തെ പ്രഭാത വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 39-ാമത്തെ വാക്യം. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. വാഗ്ദത്തം, നമുക്ക് അനവധി വാഗ്ദത്തങ്ങൾ ദൈവം നമ്മോട് ചെയ്തിട്ടുണ്ട്. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അപ്പോൾ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുകയും വാഗ്ദത്തം പ്രാപിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാനിട വരുന്നത്. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലുതായിരിക്കും. അനവധി വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി തന്ന ചില വാഗ്ദത്തങ്ങൾ. ഒന്നാമത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, ഞാൻ നിന്നെ നടത്തുന്ന വഴി കാണിച്ചു തരും, ഞാൻ നിന്നെ ഉപദേശിക്കും, ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ തൃപ്തി വരുത്തും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങും, ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ കാക്കും, ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ നിന്റെ അകൃത്യം മോചിപ്പിക്കും, ഞാൻ നിന്റെ മുറിവുകളെ പൊറുതി വരുത്തി ആരോഗ്യം വരുത്തും, ഞാൻ നിങ്ങൾക്ക് ദൈവവുമായി ഇരിക്കും, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഞാൻ അവനെ സ്നേഹിക്കും, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും, ഞാൻ വീണ്ടും വരും, ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കും. ഞാനെന്ന് വിശേഷിക്കുമ്പോൾ കർത്താവ് തന്നെ ഞാനെന്ന് അവകാശപ്പെടുന്നു. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ ജീവനുള്ള വെള്ളമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ പുനരുത്ഥാനമാകുന്നു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ. ഞാനെന്ന് പറയുന്നത് കർത്താവാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ മൂലമാണ് നമുക്ക് അനവധി വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 41:10 പറയും, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവം തന്ന വാഗ്ദത്തങ്ങൾ അനവധിയാണ്. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും, വരണ്ട നിലത്തും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയാകും. അപ്പോൾ എല്ലാ കാലത്തും ദൈവം നടത്തുന്ന ദൈവമാണ്, നമ്മെ നടത്തുന്ന ദൈവമാണ്. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കേടു തീർക്കുന്നു, കുടിയിരുപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനപ്പെടുത്തുകയും നിനക്ക് പേർ പറയും. അപ്പോൾ അനവധി വാഗ്ദത്തങ്ങളാണ്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു ദൂരസ്ഥരായി വിളിച്ചു വരുത്തുന്നവർക്കും. വചനം പറയുന്നു, എഫേസ്യർ 2:10, മുമ്പേ ദൂരസ്ഥരായിരുന്നു, നിങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് സമീപമായി തീർന്നത്. ഈ വാഗ്ദത്തത്തിന് അവകാശമായി തീർന്നത് എല്ലാ കാലത്തും ഒരനുഗ്രഹമായി തീരുവാൻ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായ ഓരോ വ്യക്തി ജീവിതങ്ങളും ഈ വാഗ്ദത്തം കൊണ്ട് നിറയ്ക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹമുള്ള കർത്താവേ, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥ